എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തെ പറ്റിയുള്ള മൂന്നാമത്തെ പാർട്ടാണ്. ഓക്കെ, ഇതുവരെ 2 പാർട്ട് നമ്മൾ ചെയ്തു. 2025 കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിലെ തീരദേശ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? എന്താണ് കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഇൽമിനേറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് ഇൽമിനേറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ, കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം മുരളി ചീരോത്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ. അപ്പം കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1962 കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് ആസ്ഥാനം. എവിടെയാണ്? തൃശ്ശൂരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. തൃശ്ശൂർ ആണ്. ഇതിൻ്റെ ആദ്യ ചെയർമാൻ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോഴത്തെ നിലവിലെ ചെയർമാനാണ് മുരളി ചീരോത്ത്. ഈ കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ M. രാമവർമ്മ രാജയാണ്. ആരാണ്? M. രാമവർമ്മ രാജ. ആരാണ്? രാമവർമ്മ. ഓക്കെ, M. രാമവർമ്മ രാജയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. ഇതാരാണ്? രാജ രവിവർമ്മയുടെ മകനായിട്ടുള്ള M. രാമവർമ്മ രാജയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. ഇപ്പോഴത്തെ സെക്രട്ടറി N. ബാലമുരളി കൃഷ്ണൻ ആണ്. ആരാണ്? N. ബാലമുരളി കൃഷ്ണനാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ആരാണ്? P. സതീദേവിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ്? നമ്മളോട് ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഭൂതത്താൻ കെട്ടാണ്. ഓക്കെ, ഏതാണ്? ഭൂതത്താൻ കെട്ട് ജലസേചന പദ്ധതിയാണ്. ഭൂതത്താൻ കെട്ട് ജലസേചന പദ്ധതിയാണ് ഏറ്റവും പുരാതനമായ കേരളത്തിലെ ജലസേചന പദ്ധതി. ഇത് എറണാകുളത്തുള്ള പെരിയാർ നദിക്ക് കുറുകെയാണ് ഈ ഭൂതത്താൻ കെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എറണാകുളത്തുള്ള പെരിയാർ നദിക്ക് കുറുകെയാണ് ഭൂതത്താൻ കെട്ട് എന്ന് പറഞ്ഞ ജലസേചന പദ്ധതി. ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഇതാണ്. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് ഉത്തരം പോത്തുണ്ടി പദ്ധതിയാണ്. ഏതാണ്? പോത്തുണ്ടി പദ്ധതി. ഭാരതപ്പുഴയുടെ കൈവഴിയായ അയിലൂർ, ഏതാണ്? അയിലൂർ എന്ന് പറഞ്ഞ പുഴയ്ക്ക് കുറുകെ ആണ് നിർമ്മിച്ചത്. ഏതാണ്? അയിലൂർ. ഏതാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ താഴെ പറയുന്നതിൽ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി, ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉള്ളത് കൊണ്ട് കട്ട് ചെയ്താണ് ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് താഴെ പറയുന്നതിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതിയാണ്. അത് ഭൂതത്താൻ കെട്ടാണെന്ന് പറഞ്ഞു. ശരിക്കും ഈ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അത് പോത്തുണ്ടി പദ്ധതിയാണ്. എവിടെയാണ്? ഭാരതപ്പുഴയുടെ കൈവഴിയായ അയിലൂർ എന്ന് പറഞ്ഞ പുഴയ്ക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജില്ല ഏതാണ്? പാലക്കാടാണ്. ഏതാണ്? പാലക്കാട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഇത് നോക്കുകയാണെങ്കിൽ V. അബ്ദുൾ റഹ്മാനാണ് പണ്ടത്തത്. ഇപ്പോഴത്തെ ആരാണ്? OJ ജനീഷ് ആണ്. ഇത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. OJ ജനീഷ് ആണ് ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. ആരാണ്? OJ ജനീഷ്. അടുത്ത ക്വസ്റ്റ്യൻ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്താണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് എന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം ആണ് ആ ഒരു ക്യാമ്പയിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഏതാണ്?
പാലക്കാട് ജില്ലയിലാണ്. നമ്മൾ ഈ ഒരു സീരീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് നദിക്ക് കുറുകെയാണ് സൈലന്റ് വാലി? കുന്തിപ്പുഴ. എവിടെയാണ്? കുന്തിപ്പുഴയിലാണ് ഈ ഒരു ദേശീയോദ്യാനം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദേശീയോദ്യാനമായിട്ട് സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമായിരുന്നു? 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. 1985 രാജീവ് ഗാന്ധി ഈ ഒരു ദേശീയോദ്യാനത്തിന്റെ ഉദ്ഘാടനം കഴിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം ആർക്കാണ്? കൊല്ലത്തിനാണ് ഒന്നാം സ്ഥാനം. പിന്നെ നെക്സ്റ്റ് തൃശ്ശൂരിന് രണ്ടാം സ്ഥാനമാണ്. എറണാകുളത്തിനാണ് മൂന്നാം സ്ഥാനം. ഓക്കെ, അപ്പം ആദ്യത്തെ സ്ഥാനം, ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയ്ക്കാണ്. രണ്ടാമത് തൃശ്ശൂർ, മൂന്നാമത് എറണാകുളം ആണ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഇതും പണ്ടത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 2025 ക്വസ്റ്റ്യൻ ആണ്. 2025 ആരായിരുന്നു? ചിറ്റയം ഗോപകുമാർ ആയിരുന്നു. ഇപ്പൊ ആരാണ്? അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ആണ്. ആരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണ് ഇപ്പോഴത്തെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ആണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി നിയമസഭാ സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം? SL പുരം സദാനന്ദ പുരസ്കാരം, അത് 2008 ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 2008. ഇനി തോപ്പിൽ ബാസി പുരസ്കാരം 2016 ലഭിച്ചിട്ടുണ്ട്. ഇനി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് 2002 ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2011 ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇവ 4 ആർക്ക് ലഭിച്ചിട്ടുണ്ട്? പ്രശസ്ത കലാകാരിയായിട്ടുള്ള നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 2011 സംസ്ഥാന ചലച്ചിത്ര അവാർഡില് മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഊമക്കുയിൽ പാടുമ്പോൾ എന്ന ചിത്രത്തില് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരമാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര്? ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചത്, കൊടുത്തു തുടർന്നത് എപ്പോഴാണ്? 1965 മുതലാണ് ഈ ഒരു അവാർഡ് നൽകി തുടങ്ങിയത്. ആ വർഷം തന്നെ G. ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? ഓടക്കുഴൽ എന്ന സമാഹാരത്തിന്. ഏതാണ്? ഓടക്കുഴൽ എന്ന സമാഹാരത്തിനാണ് 1965 G. ശങ്കരക്കുറുപ്പിന് കിട്ടിയത്? ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളെ ആകെ എത്ര കേരളീയർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 കേരളീയർക്കാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്? ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതില് 1980 ആർക്കാണ്? SK പൊറ്റക്കാടിനാണ്. ഞാൻ ഫുൾ എഴുതുന്നില്ല. SK പൊറ്റക്കാട്. ആർക്കാണ്? SK പൊറ്റക്കാടിനാണ് 1980 കിട്ടിയിട്ടുള്ളത്. ഇനി 1984 തകഴി. 1984 തകഴി. പിന്നെ 1995 ആർക്കാണ്? MT വാസുദേവൻ നായർ. അപ്പൊ MTക്കാണ് കിട്ടിയിട്ടുള്ളത്. 2007 ONV കുറുപ്പിനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 2019 അക്കിത്തം. ആർക്കാണ്? അക്കിത്തത്തിനാണ് 2019 ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ ഇതുവരെ സ്ത്രീകൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടില്ല. കിട്ടിയത് ഈ 6 പേർക്കാണ്. അപ്പം ആദ്യം G. ശങ്കരക്കുറുപ്പ് 1965, 1980 SK പൊറ്റക്കാടിന്, 84 തകഴി ശിവശങ്കരപിള്ള. അടുത്തത് 1995 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം. അപ്പം ഇത്രയും പേർക്കാണ് കിട്ടിയത്? ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്?
ഏതാണ്? സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയിലാണ് ഈ ഒരു സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇതിലുള്ള ഓപ്ഷനിൽ വയനാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. എവിടെയാണ്? വയനാട്. വയനാട് മാത്രമല്ല, വേറെ ഒന്നുകൂടിയുണ്ട്, ഒരു ജില്ല കൂടിയുണ്ട്. അതേതാണ്? പാലക്കാട് ആണ്. അപ്പം വയനാടും പാലക്കാടും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയുമായിട്ട് ആണ് തമിഴ്നാടും കർണാടകയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ തമിഴ്നാടുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാണ്? പാലക്കാടാണ് തമിഴ്നാടുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഏതാണ്? അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഏതാണ്? പീച്ചി. തൃശ്ശൂരിലുള്ള പീച്ചി ആണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇത് സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1975 ഈ ഒരു കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതിന്റെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. എത്രയാണ്? 2695 മീറ്റർ. എവിടെയാണ്? ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിലെ ദേവികുളം. ഓക്കെ, ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആനമുടി നമ്മൾ പറയുന്നതാണ് തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്ന് വിളിക്കുന്നത് ആനമുടിയാണ്. എന്താണ്? തെക്കേ ഇന്ത്യയിലെ എവറസ്റ്റ് എന്ന് വിളിക്കുന്നത് ആനമുടി ആണ്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ആനമുടി. ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ആനമുടി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയായിട്ടുള്ള ഉത്തരം കഞ്ചിക്കോട് ആണ്. അതെവിടെയാണ്? പാലക്കാട്. ഈ പാലക്കാട് ചുരത്തിൽ നിന്ന് വരുന്ന ശക്തമായ കാറ്റ് കൊണ്ടാണ് സഹായിക്കുന്നത്? ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ. ഇത് ആദ്യമായിട്ട് 1995 ഈ ഒരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടിപ്പാടം നിലവിൽ വന്നത്. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടവും ഏത് തന്നെയാണ്? ഏറ്റവും വലുതും അതുപോലെ തന്നെ ആദ്യത്തെ കാറ്റാടിപ്പാടവും ഏതാണ്? കഞ്ചിക്കോട് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കുറച്ചു കാലം മുന്നേ ഏതായിരുന്നു? പാലക്കാടായിരുന്നു. ഇപ്പം ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പം ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഏതാണ്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം. എവിടെയാണ്? കൊച്ചിയിലാണ്. എറണാകുളത്താണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ പേപ്പർ മില്ല് എവിടെയാണ്? പുനലൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. പുനലൂർ എവിടെയാണ്? കൊല്ലത്തെ പുനലൂർ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ICAR-ന് കീഴിലുള്ള താഴെ പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ ഏതാണ് തെറ്റായ ജോഡി? 1. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. അത് ശരിയാണ്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. അതും എന്താണ്? ICAR-ന്റെ അണ്ടറിൽ തന്നെയാണ്. നമുക്ക് ഇത് നോക്കാം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി. അതും ശരിയാണ്. പക്ഷേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്ന് പറയുന്നത് ഇടുക്കിയിലല്ല, അത് കോഴിക്കോട് ചേവായൂർ എന്ന സ്ഥലത്താണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. കോഴിക്കോട് ചേവായൂർ. ഓക്കെ. എവിടെയാണ്? കോഴിക്കോട് ചേവായൂരിലാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതാണ്. പക്ഷെ എല്ലാം എന്താണ്? ഈ ICAR-ന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതിന്റെ ആസ്ഥാനമാണ് ഇതിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നുള്ള ഏത് കരകൗശല വസ്തുവിനാണ് അടുത്തിടെ GI ടാഗ് ലഭിച്ചത്? ഇത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നമാണ്. ഏതാണ്? കണ്ണാടിപ്പായാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? കണ്ണാടിപ്പായ.
2024 ഈ ഒരു ഉൽപ്പന്നത്തിന് എന്ത് കിട്ടിയിട്ടുള്ളത്? GI ടാഗ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് പറഞ്ഞു? ഇത് കരകൗശല വസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ കാർഷിക മേഖലയിൽ ഏതാണ്? കാർഷിക മേഖലയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള GI ടാഗ് കിട്ടിയിട്ടുള്ളത്, അതും ആദിവാസികളുടെ ഉൽപ്പന്നമായിട്ടുള്ള കാർഷിക മേഖലയിൽ കേരളത്തിലെ ആദിവാസി ഉൽപ്പന്നത്തിന് ആദ്യമായിട്ട് GI ടാഗ് കിട്ടിയിട്ടുള്ള ഏതിനാണ്? അത് അട്ടപ്പാടി തുവരയ്ക്കാണ്. ഏതിനാണ്? അട്ടപ്പാടി തുവര. ഏതായിരുന്നു വർഷം? വർഷം 2022 ഈ ഒരു ഉൽപ്പന്നത്തിന് എന്ത് കിട്ടിയിട്ടുള്ളത്? GI ടാഗ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2019-21 SRS ഡാറ്റ പ്രകാരം കേരളത്തിന്റെ ആയുർദൈർഘ്യം ഏകദേശം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ SRS എന്ന് വെച്ചാൽ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നാണ് അതിന്റെ മുഴുവനായിട്ടുള്ള പേര്. ഓക്കെ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ 75.3 വർഷമാണ് നമ്മുടെ കേരളത്തിന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അത് മെയില് ഫീമെയിൽ എടുത്തിട്ട് രണ്ടും കൂടി ഉള്ളതാണ് 75.3 വർഷം. ഇതിൽ 75 വർഷം തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം 75.3 ആണ്. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേരളത്തിന്റെ മുൻനിര സംരംഭം ഏത് പരിപാടിയാണ്? എന്താണ്? സ്ത്രീ ശാക്തീകരണത്തിനായിട്ടുള്ള കേരളത്തിന്റെ മുൻനിര സംരംഭം ഏത് പരിപാടിയാണ്? ഏതാണ്? കുടുംബശ്രീയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏത് വർഷമാണിത് നിലവിൽ വന്നത്? 1998 മെയ് 18 എന്ത്? കുടുംബശ്രീ നിലവിൽ വന്നത് 1998 മെയ് 18. അത് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത് എവിടെ വെച്ചിട്ടാ? മലപ്പുറം വെച്ചിട്ടാണ് ഈ ഒരു കുടുംബശ്രീയുടെ, മലപ്പുറം ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? വാജ്പേയി ആണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള വാജ്പേയി ആണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? ഈ ഒരു കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? ഏതാണ്? അനേർട്ട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഇത് നടന്നത് 1986 നിലവിൽ വന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരളം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആരാണ്? KV മനോജ് കുമാർ ആണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ദുരന്ത നിവാരണ അതോറിറ്റി KSDMA അധ്യക്ഷനാര്? നമ്മൾ പറഞ്ഞു കേരള ദുരന്ത നിവാരണ അതോറിറ്റി നമ്മൾ കുറെ പ്രാവശ്യം പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. ആരാണ്? മുഖ്യമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനം ആണ്? കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ്? ശരിയായിട്ടുള്ള ഉത്തരം കൈറ്റ് ആണ്. ഓക്കെ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്ന് മുതലാണ്? കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് എന്ന് മുതലാണ്? എന്നാണ്? 2020 ആരംഭിച്ചത്. 2020 ജാനുവരി 1 ഇത് ആരംഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കും? ഏത് വർഷമാണ് രൂപീകരിച്ചത്? കേരള കർഷക കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? 2007 രൂപീകരിച്ചത്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്, ട്രിവാൻഡ്രം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവ ശരിയായവ കണ്ടെത്തുക. തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു. ശരിയാണല്ലോ. നമ്മളെല്ലാവരും ധനുമാസത്തിലെ തിരുവാതിര എന്ന നക്ഷത്രത്തിലാണ് എന്ത് ആഘോഷിക്കുന്നത്? തിരുവാതിര.
ഓണം എന്താണ്? കേരളത്തിന്റെ ദേശീയോത്സവമാണ്. വിഷു എന്താ? പുതുവർഷാരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നതാണെന്ത്? വിഷു. അപ്പൊ എന്താണ്? എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയത്രി ആരാണ്? ആരാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവയത്രി ആരാണ്? ആരാണ്? സുഗതകുമാരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആരാണ്? സുഗതകുമാരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഏതാണ്? ഇരവികുളം ആണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഓക്കെ, ഏതാണ്? ഇരവികുളം. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി എവിടെയാണ്? ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഈ ഇരവികുളം ദേശീയോദ്യാനത്തിൽ ആണ്. ഓക്കെ, ഇത് എവിടെയാണ് സ്ഥലം? ഇടുക്കിയാണ്. എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ വംശനാശ ഭീഷണി വരുന്ന വരയാടുകളാണ് എന്ത്? ഇവിടുത്തെ വരയാടുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഏത്? ഇരവികുളം. ഏതാണ്? വരയാട്. നമ്മൾ നേരത്തെ സൈലന്റ് വാലിയിൽ എന്തായിരുന്നു? സിംഹവാലൻ കുരങ്ങുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇരവികുളത്ത് എന്താണ്? വരയാടുകളാണ്. അവരുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് ഇരവികുളം എന്ന് പറയുന്ന ദേശീയോദ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷയാണ് കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. ഓക്കെ, അപ്പം ഇന്നത്തെ ഇതുവരെയുള്ളൂ. ഈ വീഡിയോയിൽ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പാർട്ടും കൂടി ഉണ്ടാവും ഇതിന്റെ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു കേരള PSCയിൽ കേരളം എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.